الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم منها خلقناكم وفيها نعيدكم ومنها نخرجكم تارة أخرى സത്യവിശ്വാസികളെ വിശ്വാസികളെ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും നമ്മിൽ ധാരാളമായി വർഷിക്കുമാറാവട്ടെ. പ്രയാസപ്പെടുന്ന രോഗികളായി കഴിയുന്ന മറ്റ് ഒട്ടനവധി വിഷമങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും അല്ലാഹു തആല ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗികൾക്ക് അല്ലാഹു ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. സൂറത്ത് ത്വാഹയിലെ 55-ാമത്തെ വചനമാണ് ഓതിവെച്ചത്. നമുക്കെല്ലാം സുപരിചിതമായ ആയത്താണ്. ജീവിതത്തിലെ വ്യത്യസ്തമായ ഘട്ടങ്ങളിൽ സ്ഥാനത്തും അസ്ഥാനത്തുമെല്ലാം കേട്ടു പരിചയമുള്ള വചനം കൂടിയാണ് ഈ ഒരു ആയത്ത്. ലോകത്ത് തർക്കമില്ലാത്ത യാഥാർത്ഥ്യമാണ് എല്ലാവരും മരിക്കുമെന്നത്. നാശമില്ലാത്ത ഒന്നുമില്ല, എല്ലാം നശിക്കും. കുല്ലുമൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തി. റബ്ബ് സുബ്ഹാനഹു വ തആല മാത്രമാണ് എന്നെന്നും അവശേഷിക്കുന്നവൻ, ഹയ്യായവൻ, ഖയ്യൂമായവൻ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു അല്ലാതെ ഇലാഹില്ല, അവൻ ഹയ്യാണ്, ഖയ്യൂമാണ്, എന്നെന്നും ജീവിച്ചിരിപ്പുള്ളവനാണ്, അവസാനമില്ലാത്തവനാണ്, ആദ്യമില്ലാത്തവനാണ്. അല്ലാഹു തആല അവൻ തുടക്കമില്ല, ഒടുക്കമില്ല. ബാക്കി സൃഷ്ടികൾക്കെല്ലാം
ഒന്നുകിൽ തുടക്കമുണ്ട്, അല്ലെങ്കിൽ ഒടുക്കമുണ്ട്, അല്ലെങ്കിൽ രണ്ടുമുണ്ട്. അതാണ് സൃഷ്ടികളെയെല്ലാം പ്രത്യേകത. പടച്ചറബ് മാത്രമുള്ള കാലഘട്ടം ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അന്ന് ആകാശമില്ല, ഭൂമിയില്ല, സ്വർഗമില്ല, നരകമില്ല, മനുഷ്യരില്ല, ജിന്നുകളില്ല, മലക്കളില്ല, ഒന്നുമില്ലാതെ റബ്ബ് മാത്രമുള്ള കാലഘട്ടമാണ് ലോകത്ത് മഹാഭൂരിപക്ഷവും കഴിഞ്ഞു പോയത്. അതിനുശേഷമാണ് സൃഷ്ടിപ്പ് ആരംഭിച്ചത്. എല്ലാ സൃഷ്ടിക്കും തുടക്കമുണ്ട്, സൃഷ്ടാവിന് തുടക്കമില്ല. എല്ലാ സൃഷ്ടികൾക്കും ഒടുക്കമുണ്ടാകാം, സൃഷ്ടാവിന് ഒടുക്കമില്ല. അല്ലാഹു തആല മാത്രമാണ് ഹയ്യായവൻ, എന്നെന്നും ജീവിച്ചിരിപ്പുള്ളവൻ. ബാക്കി എല്ലാം മരിക്കുന്നവരാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ആത്മാവും മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമുക്കാർക്കും അക്കാര്യത്തിൽ തർക്കമില്ലതാനും. എല്ലാവരും അംഗീകരിക്കുമെങ്കിലും ആ ഒരു ബോധ്യം പലപ്പോഴും ഇല്ലാതായി പോകുന്നു, മറന്നു പോകുന്നുവെന്നതാണ് യാഥാർത്ഥ്യം. മരിക്കുമെന്ന കാര്യത്തിൽ സംശയം ആർക്കുമില്ല. ഏത് നിമിഷവും മരണം വരുമെന്ന കാര്യത്തിലും തർക്കമില്ല. എന്നാലും അത്ര വരെ യാഥാർത്ഥ്യമായിട്ട് കൂടി അതൊരു ബോധ്യമായി പലപ്പോഴും ജീവിതത്തിൽ ഉണ്ടാവാറില്ല. ലോകത്താരെങ്കിലും ഒരു സൃഷ്ടി എന്നേക്കുമായി ബാക്കിയാകുമായിരുന്നുവെങ്കിൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാക്കിയാകേണ്ടിയിരുന്നു. പക്ഷെ അത് ഉണ്ടായിട്ടില്ല. വിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞു, ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതുൻ. നബിയെ, നിശ്ചയമായും താങ്കൾ മരിക്കുന്നവരാണ്, അവരും മരിക്കുന്നവർ തന്നെയാണ് തീർച്ചയെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നുണ്ട്. റബ്ബ് തെരഞ്ഞെടുത്ത അമ്പിയാക്കളെല്ലാം മരിച്ചുപോയി. ഈസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോൾ മരിച്ചിട്ടില്ലെങ്കിലും ഖിയാമത്തിന് മുന്നോടിയായി അദ്ദേഹവും മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യും. മലക്കുകളെല്ലാം മരണമുള്ളവർ തന്നെയാണ്. ജിന്നുകൾക്കും പിശാചുക്കൾക്കും മരണമുണ്ട്. മലക്കുൽ മൗത്ത് പോലും മരിക്കുമെന്നാണ് ഹദീസുകൾ പഠിപ്പിക്കുന്നത്. ആളുകളുടെ റൂഹിനെ പിടിക്കാൻ റബ്ബേൽപ്പിച്ച മലക്കാണ് മലക്കുൽ മൗത്ത്. ആ മൗത്തിന്റെ മലക്കിലുമുണ്ട് മൗത്ത്. ആ മലക്കും മരിക്കുമെന്നാണ്. എല്ലാവരെയും റൂഹിനെ പിടിച്ച ശേഷം റബ്ബ് സുബ്ഹാനഹു വ തആല മലക്കുൽ മൗത്തിനോട് പറയും, നീയും മരണം ആസ്വദിച്ചേ പറ്റൂ എന്ന് പറയുകയും ആ മലക്കുൽ മൗത്തിനെ അല്ലാഹു തആല മരിപ്പിക്കുകയും ചെയ്യുമെന്ന് ഹദീസുകളിൽ, തഫ്സീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാവരും അനുഭവിക്കുന്ന, എല്ലാവർക്കും നിർബന്ധമായും കടന്നു പോകേണ്ടുന്ന ഒരു കവാടമാണ് മരണമെന്നർത്ഥം. കവി പറഞ്ഞുവല്ലോ, അൽ മൗത്തു ബാബുൻ വകുല്ലു നാസി ദാഖിലുഹു. മരണമെന്നത് ഒരു കവാടമാണ്. വകുല്ലു നാസി ദാഖിലുഹു. എല്ലാ മനുഷ്യരും ആ കവാടം കടക്കുക തന്നെ ചെയ്യും. ഒരാളും അത് കടക്കാത്തതില്ല. എല്ലാവരും നിർബന്ധമായും കടക്കേണ്ടുന്ന, കടക്കുമെന്ന് ഉറപ്പുള്ള കവാടമാണ് മരണം എന്ന് കവി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആ മരണം നിർബന്ധമാണ്, യാഥാർത്ഥ്യമാണ്. ധാരാളം മരണങ്ങളെ നമ്മളൊക്കെ കാണുന്നു ദിനേന എന്നോണം. നമ്മുടെ മൊബൈൽ ഫോണിൽ വ്യത്യസ്തമായ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഒരാൾ മരിച്ചു വന്ന വാർത്ത വരാത്ത ഒരു ദിവസം കുറവായിരിക്കാം. കുടുംബക്കാരായോ നാട്ടുകാരായോ അയൽവാസികളോയോ പരിചയക്കാരോ അല്ലാത്തവരോ ഒക്കെയായി ഏതെങ്കിലും ഒരാളുടെ മരണ വാർത്ത നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് വരാത്ത, ഇന്നാലില്ല എന്ന് നമ്മൾ പറയാത്ത ഒരു ദിവസം കുറവായിരിക്കാം. അത്രയേറെ പരിസരങ്ങളിൽ മരണം നടന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മേക്കാൾ പ്രായം കുറഞ്ഞവർ ആ കൂട്ടത്തിലുണ്ട്. നമ്മേക്കാൾ നല്ല ആരോഗ്യമുള്ളവർ ആ കൂട്ടത്തിലുണ്ട്. നമ്മുടെ മക്കളുടെ പ്രായമുള്ളവർ പോലും ആ കൂട്ടത്തിലുണ്ട്. കാലങ്ങളായി പരിചയമുള്ളവർ, യാതൊരു പരിചയവും ഇല്ലാത്തവർ എല്ലാം ഉണ്ട്. മരിച്ചു വന്ന വാർത്തയായി, മെസ്സേജുകളായി, ഫോട്ടോ സഹിതം വരുന്ന അറിയിപ്പുകളിൽ പലതരത്തിലുള്ള ആളുകളുടെ മരണ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. താൽക്കാലികമായി പക്ഷേ നമുക്കും സങ്കടമുണ്ടാകുന്നു, വേദനിക്കുന്നു, ചിലപ്പോൾ കരയുന്നു, കണ്ണുനീർ പൊഴിക്കുന്നു. അതിൽ മാത്രം അത് ഒതുങ്ങുകയാണ്. അതിന് പാഠം ഉൾക്കൊള്ളാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. തൽക്കാലം ഒരു വേദന പറയും, ഒരുപക്ഷെ ഒരു പ്രാർത്ഥന നാവിന്ന് പുറത്തേക്ക് വരും, എരുവെന്ന മയ്യത്തിനെ കൂടെ പോകും,
ഖബറിൽ വരെ അനുഗമിക്കും. ഖബറിൽ ചെന്ന് മയ്യിത്ത് മറമാടി പ്രാർത്ഥനയും ചൊല്ലി അവൻ തിരിച്ചു പോരും. ഏതാനും ദിവസങ്ങൾ പക്ഷേ ആ ഓർമ്മയുണ്ടാകും. അത് കഴിഞ്ഞാൽ അത് മറക്കുകയാണ് നമ്മളൊക്കെ. എനിക്കുമുണ്ട് ഒരു യാത്ര എന്നത് പലപ്പോഴും ഓർമ്മയില്ല. തൗബ ചെയ്യാൻ, പശ്ചാത്തപിക്കാൻ ഇതൊന്നും ഒരു നിമിത്തമായി മാറുന്നില്ല. നമ്മേക്കാൾ പ്രായം കുറഞ്ഞവർ, നല്ല ആരോഗ്യമുള്ളവർ, എന്തിനും ഏതിനും കഴിയുന്നവരെന്ന് വിചാരിച്ചവൻ അവരും മരിച്ചുവെന്ന് കേൾക്കുമ്പോൾ ഒരു നെട്ടലുണ്ടാകുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു തൗബ ചെയ്ത് പടച്ചോനെ പുറത്തു തരണേ അല്ലാ, കഴിഞ്ഞ കാല ജീവിതം മോശമാണ് റബ്ബേ, വേണ്ടാത്തരങ്ങളെമ്പാടും ചെയ്തവനാണ്, തോന്നിവാസങ്ങളെമ്പാടും പറ്റിപ്പോയവനാണ് റബ്ബേ, നീ പൊറുക്കണേ എന്നൊരു പ്രാർത്ഥന പലപ്പോഴും ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. സ്വയം ഉപദേശം ഉൾക്കൊള്ളാൻ മരണമെന്ന ആ ഒരു യാഥാർത്ഥ്യം നമുക്ക് ഉപദേശകനായി മാറാൻ പലപ്പോഴും സാധിക്കുന്നില്ല. ജീവിക്കുന്ന ഇപ്പോഴത്തെ ജീവിത രീതിയുമായി പടച്ച റബ്ബിനെ കണ്ടുമുട്ടാൻ പറ്റുമെന്ന ധൈര്യം നമുക്കുണ്ടോ? വിശ്വാസം അല്ലാഹുവും റസൂലും പഠിപ്പിച്ച പോലെ തന്നെയാണോ? തിന്മകൾ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ട്. സ്വകാര്യതയിൽ തിന്മകൾ ചെയ്യുന്നവരാണ് പലരും. സ്വകാര്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും തിന്മകൾ ചെയ്യുന്നവരാണ് മറ്റു പലരും. ഈ ഒരു പോക്ക് പോയാൽ പടച്ച റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ എനിക്കവിടെ സമാധാനമായിരിക്കുമെന്ന് പറയാൻ സാധിക്കുമോ സഹോദരങ്ങളെ? അനിവാര്യമായും ചെയ്യേണ്ടുന്ന വ്യത്യസ്തമായ തലങ്ങളിൽ വീഴ്ചകൾ വരുത്തിയാണ് ജീവിതത്തിൽ പലപ്പോഴും നമ്മളൊക്കെ. പല വക്ത നിസ്കാരങ്ങൾ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയവർ, ഫർളായ നോമ്പ് പോലും നോൽക്കാതെ അതെല്ലാം അശ്രദ്ധമായി കളഞ്ഞു കുളിച്ച ഒരുപാട് വർഷങ്ങൾ ജീവിതത്തിൽ കഴിഞ്ഞു പോയവരായിരിക്കാം നമ്മിൽ പലരും. ധാരാളം സക്കാത്ത് കൊടുക്കാൻ ബാക്കിയുണ്ട്, ബാധ്യതപ്പെട്ടവരാണ്, നൽകിയിട്ടില്ല, അതൊക്കെ കഴിഞ്ഞു പോന്നു എന്നല്ലാതെ അതേക്കുറിച്ചുള്ള വല്ല ബോധവുമുണ്ടോ? അന്യായമായി ആരാന്റെ സമ്പത്തുക്കളെ എല്ലാം കൈയടക്കി വെച്ച് അനുഭവിച്ചു പോരുന്ന ധാരാളം മനുഷ്യന്മാർ, ഹക്കും ബാത്തിലും നോക്കാതെ, ഹറാമും ഹലാലും നോക്കാതെ, താൽക്കാലികമായ ലാഭത്തിനു വേണ്ടി മാത്രം അതെല്ലാം വാരിക്കൂട്ടി പോകുന്ന ആളുകൾ. അല്ലാഹ് പറഞ്ഞുവല്ലോ, നിങ്ങൾ സമ്പത്തിനെ ധാരാളമായി തിന്നുകൂട്ടുകയാണ് എന്നാണ്, സ്നേഹിക്കുകയാണ് എന്നാണ്. നിങ്ങൾ അനന്തര സ്വത്തുക്കളെ പോലും ധാരാളമായി അത് വാരിക്കൂട്ടി തിന്നുകൊണ്ടിരിക്കുകയാണ്, സമ്പത്തിന് അങ്ങേയറ്റം സ്നേഹിക്കുകയാണ് നിങ്ങളെന്നാണ്. മറ്റുള്ളവന് അവകാശം പോലും നൽകിയിട്ടില്ല. കീഴിൽ ജീവിക്കേണ്ടി വന്ന പലർക്കുമുള്ള അവകാശങ്ങൾ നമ്മുടെ കൈവശമുണ്ട്. വാപ്പ മരിച്ചു വർഷങ്ങളായി, ഉമ്മ മരിച്ചു വർഷങ്ങളായി. ആ സമ്പത്ത് ഓഹരി വെക്കാൻ മുമ്പിൽ നിൽക്കേണ്ടവർ പലപ്പോഴും ഒരുപക്ഷെ നമ്മളായിരിക്കാം. മുൻകൈ എടുത്തിട്ടില്ല. ആരാന്റെ സമ്പത്ത് അങ്ങനെ നമ്മുടെ സമ്പത്തിനെ കൂട്ടിക്കുഴച്ച് അതെല്ലാം വാരിക്കൂട്ടി തിന്നുപോവുകയാണ് പലപ്പോഴും നമ്മുടെ രീതി. ഇതൊക്കെ ഇട്ടെറിഞ്ഞ് ഒഴിവാക്കി പോകണമെന്ന ആ ചിന്ത പോലും ഇല്ല. ഇതൊന്നും എന്നേക്കുമുള്ളതല്ല, ഇന്നൊരു പക്ഷെ യാത്ര പോകേണ്ടി വരും എന്ന ആ ബോധമൊന്നും പലപ്പോഴും ഉണ്ടാകുന്നില്ല. പോകുമ്പോഴും ഇതൊക്കെ ഒഴിവാക്കി പോകുന്നതിലുള്ള വേദന മാത്രമാണ് ആളുകൾ അനുഭവിക്കുന്നത്. ഒരു കാര്യം യാഥാർത്ഥ്യമാണ്, മരണം സത്യമാണ്. ഒരാൾക്കും അത് തടയാൻ കഴിയില്ല. നമുക്ക് ആ മരണം വന്നെത്തിക്കഴിഞ്ഞാൽ തടഞ്ഞു വെക്കാൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞുവല്ലോ, ആ സക്രത്തുൽ മൗത്ത്, മരണവെപ്രാളം ഹക്കായ നിലയിൽ അത് വരിക തന്നെ ചെയ്യും. നിനക്കൊരിക്കലും അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ സാധ്യമല്ല എന്നാണ്. ഓടി രക്ഷപ്പെടാൻ, ഞാനില്ലെന്ന് പറയാൻ, ആ മരണത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ സാധ്യമല്ല എന്ന് അല്ലാഹു തആല വ്യത്യസ്തമായ ശൈലികളിൽ പരിചയപ്പെടുത്തി. എവിടെയായിരുന്നാലും ശരി നിങ്ങളെ മരണം ബാധിക്കുക തന്നെ ചെയ്യും. കെട്ടിയുണ്ടാക്കപ്പെട്ട വലിയ കോട്ടക്കൊത്തളങ്ങൾക്കുള്ളിലാണെങ്കിൽ പോലും ആ മരണം നിങ്ങളെ ബാധിക്കുക തന്നെ ചെയ്യും, പിടികൂടുക തന്നെ ചെയ്യും. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, മരണം എല്ലാ ആത്മാവും ആസ്വദിക്കുക തന്നെ ചെയ്യും. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. നിങ്ങൾ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്, ആ മണ്ണിലേക്ക് തന്നെ മടങ്ങിപ്പോവുകയും ചെയ്യും. പിന്നീട് അതിൽ നിന്ന് തന്നെ മറ്റൊരിക്കൽ നിങ്ങൾ
ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയും ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് ത്വാഹയിൽ അല്ലാഹു തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇങ്ങനെ ധാരാളം വചനങ്ങൾ വ്യത്യസ്തമായ ശൈലികളിൽ വിശുദ്ധ ഖുർആനിൽ പ്രവാചകാധ്യാപങ്ങളിൽ എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകണമെന്ന് പലപ്പോഴും ആലോചിച്ചിട്ടില്ല. ഫിറഔനെ പോലെ, ഖാറൂനെ പോലെ, ഹാമാനെ പോലെ, അബൂജഹലിനെ പോലെ, അബൂലഹബിനെ പോലെ ലോകം കണ്ട തമ്പാടികളും മരണപ്പെട്ടു പോയിട്ടുണ്ട്. എന്റെ കീഴിലാണ് എല്ലാം എന്ന് വിചാരിച്ച അഹങ്കാരികൾ, ധാരാളം സമ്പത്ത് നൽകി പരീക്ഷിക്കപ്പെട്ട ആളുകൾ, എല്ലാവരെയും കൊന്നൊടുക്കാൻ മാത്രം അധികാരം നൽകപ്പെട്ടവർ, കുറഞ്ഞ കാലത്തേക്കാണെങ്കിലും ആ അഹങ്കാരവും അധികാരവുമായി കഴിഞ്ഞുകൂടിയവർ, അവരും യാത്ര പോയിട്ടുണ്ട്. ഏറ്റവും നല്ല നന്മയുടെ പ്രതീകങ്ങളായി ജീവിച്ചു വന്ന അമ്പിയാക്കള്, സ്വഹാബിമാർ, താബിഉകൾ, വലിയ വലിയ പണ്ഡിതന്മാർ, ജീവിതത്തിൽ ഒരു ഹറാമ് പോയിട്ട് ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത ആളുകൾ, ഒരാളോട് മറുത്തൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ലാത്ത ആളുകൾ, ഒരാളെ കുറിച്ച് പോലും അന്യായമായ ഒരു പദപ്രയോഗമെങ്കിലും, ഒരു ഗീബത്തെങ്കിലും, ഒരു നമീമത്തെങ്കിലും പറഞ്ഞിട്ടില്ലാത്ത ആളുകൾ, ഹറാമായ വഴിയിൽ ഒരു രൂപ പോലും ജീവിതത്തിൽ സമ്പാദിച്ചിട്ടില്ലാത്ത ആളുകൾ, അബൂബക്കർ സിദ്ദീഖിനെ പോലെ, ഉമർ ഖത്താബിനെ പോലെ, ഉസ്മാൻ അഫ്ഫാനെ പോലെ, അലി അബി ത്വാലിബിനെ പോലെ റളിയല്ലാഹു അൻഹും മഹാന്മാരായ ആളുകൾ, അവരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതേ കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യുമെന്നാണ്. പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് വരുമെന്നിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടും. റബ്ബ് ചോദിക്കും, ലിമനിൽ മുൽക്കുൽ യൗം, ഇന്ന് ആർക്കാണ് ആധിപത്യമുള്ളത്, ഇന്ന് ആർക്ക് അധികാരമുള്ളത്? എല്ലാവരും ഉണ്ട് റബ്ബിന്റെ മുമ്പിൽ. വലിയ വലിയ അധികാരം പറഞ്ഞവർ അവിടെയുണ്ട്, എല്ലാം അടക്കി ഭരിക്കുന്നവർ എന്ന് വിചാരിക്കുന്നവർ അവിടെയുണ്ട്, എല്ലാം വെട്ടിപ്പും തട്ടിപ്പും നടത്തി വേണ്ടാത്ത എല്ലാ തോന്നിവാസങ്ങളും ചെയ്ത് എല്ലാത്തിനും മീതെ കയറിയിരിക്കാൻ ശ്രമിച്ച സ്വേച്ഛാധിപതികൾ അവിടെയുണ്ട്. റബ്ബ് ചോദിക്കുകയാണ്, ലിമനിൽ മുൽക്കുൽ യൗം, ഇന്ന് ആർക്കാണോ അധികാരമുള്ളത്? ആരാണ് ഇന്ന് അധികാരം പറയാനുള്ളത്? ഒരാളും പ്രതികരിക്കുന്നില്ല. പടച്ച റബ്ബ് തന്നെ മറുപടി പറയുന്നു, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ഏകനായ സ്വേച്ഛാധിപതിയായ റബ്ബിനാകുന്നു സർവ്വാധികാരവുമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല തന്നെ മറുപടി പറയുമെന്നാണ് ഈ ആയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദുനിയാവിലേക്ക് മടക്കമില്ലാത്ത യാത്രയാണ് യഥാർത്ഥത്തിൽ മരണം എന്നത്. എല്ലാം ഒഴിവാക്കി പോവുകയാണ്, പ്രിയപ്പെട്ടവരെയെല്ലാം ബാക്കിയാക്കി പോകേണ്ടതാണ്. വീടും സമ്പത്തും സൗകര്യങ്ങളും കച്ചവടങ്ങളും ഓഫീസുകളും ഇടപാടുകളും വാഹനങ്ങളും എല്ലാം 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 ഇവിടെ ഒഴിവാക്കി പോവുകയാണ്. ഇട്ട വസ്ത്രം പോലും കൂടെ കൊണ്ടുപോകുന്നില്ല. ഏറ്റവും പ്രിയപ്പെട്ട നോക്കി തെരഞ്ഞെടുത്ത് മണിക്കൂറുകൾ ചെലവഴിച്ച് എനിക്ക് ഏറ്റവും അനുയോജ്യമായത് എത്ര പണമായാലും വേണ്ടില്ലെന്ന് കരുതി സെലക്ട് ചെയ്ത് അത് തയ്പ്പിച്ചവൻ ഒരുപക്ഷെ ഇട്ട് പുതി തീരാൻ സമയമായിട്ടുണ്ടാവില്ല. വർഷങ്ങൾ അധ്വാനിച്ചുണ്ടാക്കി ആ സമ്പാദ്യം കൊണ്ടെല്ലാം വീടുണ്ടാക്കി മോടി കൂട്ടി എല്ലാ അർത്ഥത്തിലും നമുക്ക് സമാധാനമേകുന്ന വീടുണ്ടാക്കിയിട്ട് ആ വീട്ടിൽ താമസിക്കാൻ ഒരു പക്ഷേ സാഹചര്യം ഉണ്ടാകണമെന്നില്ല. താമസിച്ച് ആഗ്രഹം തീരാൻ മാത്രം സാഹചര്യം ഒത്തുകിട്ടണമെന്നില്ല. അതിനു മുമ്പ് യാത്ര പോകുന്ന മനുഷ്യന്മാരുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ട വാഹനം വാങ്ങിക്കൂട്ടിയവരുണ്ട്. മക്കളെ എല്ലാ അർത്ഥത്തിലും സ്നേഹിച്ചവരുണ്ട്. ഇങ്ങനെ പ്രിയപ്പെട്ട എല്ലാം ഒഴിവാക്കി ഒറ്റയ്ക്കുള്ള യാത്ര, അതാണ് മരണം എന്നത്. മടക്കമില്ലാത്ത ഈ ദുനിയാവിലേക്ക് ഇനി തിരിച്ചു വരാത്ത ഇവിടുന്ന് എന്നേക്കുമുള്ള യാത്രയാണ്. ഇനി ബർസഖാണ്, ശേഷം മഹ്ശറാണ്, ഒന്നുകിൽ പിന്നീട് നരകമാണ്, അല്ലെങ്കിൽ സ്വർഗമാണ്. ഈ ലോകത്തേക്ക് പിന്നെ തിരിച്ചു വരവില്ല. ആ നിലക്കുള്ള യാത്രയാണ് ഇവിടുന്ന് പോകാനുള്ള ആ ഒരു യാത്ര. ആ ബോധ്യം സഹോദരങ്ങളെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. ഐഹിക ജീവിതം എന്നത് കളിയും വിനോദവും തമാശയും ഒക്കെയായി അഹങ്കാരവും പൊങ്ങച്ചവുമായി കഴിഞ്ഞുകൂടേണ്ടതല്ല. അതാണ് പൊതുവെ ആളുകൾ ചെയ്യാറുള്ളത്. വിശ്വാസികൾക്ക് അങ്ങനെയല്ല. വിശ്വാസികൾ ഈ ജീവിതത്തെ കൂടി അവന് കൃഷിയിടമാക്കി മാറ്റുകയാണ് വേണ്ടത്. അദ്ദുനിയാ മസ്റഅത്തുൽ ആഖിറ എന്നാണല്ലോ. ദുനിയാവ് ആഖിറത്തിലേക്കുള്ള മസ്റഅയാണ്, കൃഷിയിടമാണ്. പരലോകത്തേക്ക് വിളവ് ലഭിക്കാനുള്ള കൃഷി ഇറക്കേണ്ട സ്ഥലമാണ് ദുനിയാവ് എന്നത്. റബ്ബ് നൽകിയ സമ്പത്തും റബ്ബ് നൽകിയ സൗകര്യവും റബ്ബ് നൽകിയ സമയവും ആരോഗ്യവും ഊർജവും സമയവും ആയുസ്സും എല്ലാം പടച്ച റബ്ബിന് ഇഷ്ടപ്പെട്ട മാർഗത്തിൽ മാത്രം ചെലവഴിച്ചുകൊണ്ട് ഇതിലെല്ലാം വിളവ് നാളെ എടുക്കേണ്ടെന്ന ഒരു ലോകമുണ്ട്. അവിടേക്കുള്ള ഇൻവെസ്റ്റ്മെന്റായി, അവിടേക്കുള്ള ഡെപ്പോസിറ്റായി ഇത് മാറണം. കഴിഞ്ഞ ഖുത്ബയിൽ നാം സൂചിപ്പിച്ചതുപോലെ എന്നാണല്ലോ. ആരാണ് പടച്ച റബ്ബിന്റെ മാർഗത്തിൽ കടം കൊടുക്കാനുള്ളത്? അവന് ഇരട്ടിയായി
തിരിച്ചു നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓഫർ നൽകിയെങ്കിൽ അതാണ് സഹോദരങ്ങളെ ഏറ്റവും പ്രധാനമായത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത് ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുൽക്കിൽ നമ്മെ ഓർമ്മപ്പെടുത്തിയല്ലോ. ജീവിതവും മരണവുമെല്ലാം പരീക്ഷണമാണ്. ആരാണ് അഹ്സനു അമൽ, ഏറ്റവും നന്നായി അമൽ ചെയ്യുന്നവൻ ആര് എന്ന് പരീക്ഷിക്കുവാനുള്ള ഒരു പരീക്ഷണമാണ് ജീവിതവും മരണവും അല്ലാഹു തആല നിശ്ചയിച്ചതെങ്കിൽ ആ ഒരു പരീക്ഷണത്തിൽ വിജയിക്കലാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ ആ യാത്ര സത്യമാണ്. ഒരുപക്ഷെ ഇന്ന് മരിക്കേണ്ടി വന്നേക്കാം, ഈ നിമിഷം മരിച്ചു വീണേക്കാം. ജുമുഅക്ക് വന്നിരുന്ന് ഈ പള്ളിയെത്തി ഇതുവരെ ഇരുന്നിട്ട് ആ നിസ്കാരത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ യാത്ര പോകേണ്ടി വരുന്ന മനുഷ്യന്മാർ ഒരുപക്ഷെ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായേക്കാം. ആ യാത്ര നഷ്ടമായി കൂടാ. അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ യാത്രക്ക് വേണ്ട വിഭവങ്ങളെ ശേഖരിക്കണം. ഏറ്റവും ഖൈറായ സാദ്, ഏറ്റവും ഖൈറായ യാത്രാ വിഭവം എന്നത് തഖ്വയാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പ്രത്യേകമായും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, തഖ്വയാകുന്ന യാത്രാ വിഭവം കഴിവിന്റെ പരമാവധി സ്വീകരിക്കാൻ തയ്യാറാവുക. എന്നാണല്ലോ കഴിവനുസരിച്ച് തഖ്വയാകുന്ന യാത്രാ വിഭവത്തെ നീ ശേഖരിക്കണം. നീ യാത്ര പോകേണ്ടവനാണ്. യാത്ര ഉറപ്പാണ്, സത്യമാണ്. പോകേണ്ട ഡേറ്റ് പോലും നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്, സമയവും നിമിഷവും പോലും നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. കൊണ്ടുപോകാൻ ആവശ്യമായ സംവിധാനത്തെ അല്ലാഹു തആല ഏർപ്പെടുത്തിയിട്ടുണ്ട്. റൂഹിനെ പിടിക്കാനുള്ള മലക്കിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. എവിടുന്ന് പിടിക്കണമെന്ന സ്പോട്ട് പോലും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എല്ലാം ഫിക്സ്ഡ് ആണ്, ഒന്നും ഇനി മാറ്റം വരാനില്ല. ഒരു സെക്കൻഡ് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവുകയില്ല. എവിടെ വെച്ചാണോ റൂഹിനെ പിടിക്കാൻ പറഞ്ഞത് അവിടെ വെച്ച് തന്നെ പിടിക്കപ്പെടുകയും ചെയ്യും. നമുക്കറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ആ സെക്കൻഡ് അടക്കം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ഏത് മണ്ണിൽ ഏത് പോയിന്റിൽ മരിച്ചു വീഴണമെന്ന് റബ്ബ് തീരുമാനിച്ചു കഴിഞ്ഞു. നമ്മുടെ കാര്യത്തിൽ എവിടെ വെച്ചാണ് മരിക്കേണ്ടത്, ഏത് അവസ്ഥയിലാണ് മരിക്കേണ്ടത്, ആരൊക്കെയാണ് അടുത്തുണ്ടാവേണ്ടത്, എപ്പോഴാണ് മരിക്കേണ്ടത്, സെക്കൻഡ് അടക്കം എല്ലാം നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞു. നമ്മെ അറിയിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ തീരുമാനത്തിൽ മാറ്റമില്ല. ഒരു സെക്കൻഡ് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മുന്നോട്ടോ പിന്നോട്ടോ പോകുന്ന പ്രശ്നമില്ല. ആ യാത്രക്ക് വേണ്ട വിഭവം തഖ്വയാണ്. ഏറ്റവും ഖൈറായ വിഭവം തഖ്വയാണ്. തഖ്വയാകുന്ന വിഭവത്തെ, ഭക്ഷണത്തെ, യാത്രാ വിഭവത്തെ നിങ്ങൾ ശേഖരിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുവെങ്കിൽ സഹോദരങ്ങളെ, കൈവശം എന്തുണ്ട് എന്ന ആലോചനയാണ് വേണ്ടത്. യാത്ര സത്യമാണെങ്കിൽ, നിർബന്ധമാണെങ്കിൽ എന്താണ് കൈവശമുള്ളത്? താൽക്കാലികമായ യാത്രക്ക് പോലും നേരത്തെ ഒരുങ്ങുന്നവരാണ് നമ്മളൊക്കെ. ടിക്കറ്റ് എടുക്കേണ്ട യാത്രയാണെങ്കിൽ ആ ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്തു വെക്കും. വാഹനം ഒരുക്കി തയ്യാറാക്കേണ്ടതാണെങ്കിൽ അത് നേരത്തെ പറഞ്ഞു വെക്കും. വല്ല ഡ്രസ്സുകൾ 1, 2, 3 കൂട്ട് കൊണ്ടുപോകണമെങ്കിൽ പോലും അതുപോലും നേരത്തെ അലക്കി വൃത്തിയാക്കി അതുപോലും റെഡിയാക്കി വെക്കാറുണ്ട്. എന്തെങ്കിലും ചെറിയ ചെറിയ സൗകര്യങ്ങൾ പോലും, ചെരുപ്പ് പോലും, ഇട്ട ചെരുപ്പ് പോരാ എങ്കിൽ അതുപോലും നേരത്തെ വാങ്ങി തയ്യാറാക്കി വെച്ച് ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ച് യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവരാണ് നമ്മൾ. ആ യാത്ര താൽക്കാലികമാണ്. ഒന്നുകിൽ നമ്മെപ്പോലെ മറ്റൊരു മനുഷ്യരെ കണ്ടുമുട്ടാനുള്ള യാത്രയാണ്, ഒരു വിവാഹത്തിനുള്ള യാത്രയാണ്, ഒരു സൽക്കാരത്തിനുള്ള യാത്രയാണ്, ഒരു വിദേശ യാത്രയാണ്. അത് നിശ്ചയിക്കപ്പെട്ട അവധിക്ക് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത്. എന്നിട്ട് പോലും അതിനു വേണ്ടി ഈ ഒരുക്കം നിർവഹിക്കുന്നുവെങ്കിൽ ഒരിക്കലും മടങ്ങാത്തൊരു യാത്ര ഈ ദുനിയാവിലേക്ക് ഇനി ഇല്ല. അവസാനത്തെ പോക്കാണ്. ഇനി ഈ നാട്ടിലേക്ക് വരാനില്ല. നാടും വീടും കുടുംബവും മക്കളെയും എല്ലാം ഇവിടെ ഒഴിവാക്കി പോവുകയാണ്. ഇനി കാണാൻ വരുന്ന പ്രശ്നമില്ല. ഈ ദുനിയാവിലേക്ക് ഇനി വരുന്നില്ല. ഇത് കഴിഞ്ഞു, അവസാനത്തെ യാത്രയാണ് ഇത് ബോധ്യമുണ്ടായിട്ട് പോലും ആ യാത്രക്ക് വേണ്ട യാത്രാ വിഭവങ്ങളെ ശേഖരിക്കാതെ യാത്രയുടെ ഡേറ്റ് എത്തുമ്പോൾ മാത്രം ഒന്ന് മടക്കിത്തരണേ, നീട്ടിത്തരണേ എന്ന് പറഞ്ഞാൽ അവനേക്കാളും വലിയ വിഡ്ഢി മറ്റാരാണുള്ളത്? അല്ലാഹ് പറഞ്ഞുവല്ലോ, മരണമാസന്നമാകുമ്പോ പറയും റബ്ബി ഇർജിഊൻ, റബ്ബി ഒന്ന് മടക്കിത്തരണേ എന്നാണ്. റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, റബ്ബി അല്പം കൂടി നീട്ടിത്തരണേ, റബ്ബി അല്പം കൂടി. ഒരുങ്ങിയിട്ടില്ല, തയ്യാറായിട്ടില്ല, വേണ്ട സൗകര്യങ്ങളൊന്നും ഒരുക്കിയിട്ടില്ല, യാത്രാ വിഭവങ്ങളെ ശേഖരിച്ചിട്ടില്ല, കൈവശം ഒന്നുമില്ല റബ്ബേ, പോയാ പ്രയാസമാണ്. അതുകൊണ്ട് അല്പം റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, ഒരു അടുത്ത അവധിയിലേക്കൊന്ന് പിന്തിപ്പിച്ചതാ റബ്ബേ, എങ്കിൽ ഫഅസ്സദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ, സ്വതക്ക ചെയ്യാം, സ്വാലിഹീങ്ങളിൽ പെട്ടുകൊള്ളാം എന്ന് പറയുമ്പോ ഇല്ല, രക്ഷയില്ല. അത് കഴിഞ്ഞു പോയി. സമയം തന്നില്ലേ, ആലോചിക്കാൻ വേണ്ട സംവിധാനം തന്നില്ലേ, എല്ലാ അർത്ഥത്തിലുമുള്ള
മുന്നൊരുക്കങ്ങൾ നടത്താൻ ആവശ്യമായ മുന്നറിയിപ്പുകാർ, താക്കീതുകാർ, വാണിങ്ങുകൾ അടക്കം എല്ലാം വന്നിട്ട് അതൊന്നും പാഠം ഉൾക്കൊള്ളാതെ ഇനിയും ദീർഘിപ്പിക്കണേ, വൈകിപ്പിക്കണേ എന്ന് പറഞ്ഞാൽ എന്തർത്ഥമുണ്ട് എന്ന് റബ്ബ് തിരിച്ചു ചോദിക്കുമെന്നാണ്. നരകത്തിൽ കടന്നു പോലുമുള്ള വിലാപം അതാണ്. നരകത്തെ കടന്ന് ആർത്തു വിളിക്കുകയാണ്, വാവിട്ട് കരയുകയാണ്, റബ്ബേ ഒന്ന് പുറത്തേക്കാക്കി തരണേ റബ്ബേ, സ്വാലിഹായ അമൽ ചെയ്തു കൊള്ളാം, ചെയ്യാൻ പറ്റിയിട്ടില്ല, യാത്രാ വിഭവങ്ങൾ ശേഖരിക്കാൻ പറ്റിയിട്ടില്ല റബ്ബേ, അതുകൊണ്ടാണ് ഈ ഗതി വന്നത്, ഒന്നുകൂടെ തിരിച്ചയച്ചാൽ ഒരുങ്ങി തയ്യാറായി വരാം റബ്ബേ എന്ന് പറയുമ്പോൾ തിരിച്ചുള്ള ചോദ്യമുണ്ട്, അവലം നുഅമ്മിർകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. വേണമെങ്കിൽ ചിന്തിക്കാൻ പര്യാപ്തമായ പ്രായം നൽകിയില്ലേ നിങ്ങൾക്ക്, മുന്നറിയിപ്പുകൾ, വാണിങ്ങൾ കിട്ടിയില്ലേ നിങ്ങൾക്ക്? പല പ്രാവശ്യം വാണിങ് വന്നു, പല പ്രാവശ്യം റിമൈൻഡർ വന്നു, എന്നിട്ടും അതൊന്നും ഓർമ്മയായിട്ടില്ല, ആ പാഠം ഉൾക്കൊണ്ടിട്ടില്ല, ആ വാണിങ്ങിനെ പരിഗണിച്ചിട്ടില്ല. റിമൈൻഡർ വന്നപ്പോ അതൊന്നും പ്രത്യേകിച്ച് ഓർമ്മക്കവൻ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എങ്കിൽ ഈ രക്ഷയില്ല. അതൊരു വെറും വർത്തമാനം അവൻ പറയുമെന്നല്ലാതെ പരിഗണിക്കപ്പെടുകയില്ല എന്ന് റബ്ബ് പറഞ്ഞുവെങ്കിൽ സഹോദരങ്ങളെ, ഇതൊരു യാഥാർത്ഥ്യമാണ്, നമുക്കെല്ലാം അനുഭവിക്കാനുള്ള സത്യമാണ്. അല്ലാഹ് പറഞ്ഞു, വഖുൽ ഇഅ്മലൂ ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു വൽമുഅ്മിനൂൻ വസതുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശ്ശഹാദ ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. നിങ്ങൾ അമൽ ചെയ്തു കൊള്ളുക, പ്രവർത്തിച്ചു കൊള്ളുക, അതൊക്കെ ഇവിടെ കാണും, അല്ലാഹും റസൂലും മുഅ്മിനീങ്ങളും എല്ലാം കാണും. എന്നിട്ട് ഗൈബും ഷഹാദയും അറിയുന്ന റബ്ബിലേക്ക് നിങ്ങൾ മടക്കപ്പെടും. അന്ന് റബ്ബ് നിങ്ങൾ ചെയ്തു വെച്ച ഓരോന്നിനെ കുറിച്ചും നിങ്ങളെ അറിയിക്കുക തന്നെ ചെയ്യുമെന്ന് സൂറത്ത് തൗബയിൽ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയെങ്കിൽ ആ ഓർമ്മ സഹോദരങ്ങളെ ഇപ്പോൾ തന്നെ വേണമെന്നാണ് എന്നോടും നിങ്ങളോടുമെല്ലാം ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് ആ യാത്ര സത്യമാണ് എന്ന് സ്വയം ബോധ്യപ്പെടുകയും ആവശ്യമായ യാത്രാ വിഭവങ്ങൾ കൈവശമുണ്ടോ എന്ന് പരിശോധിക്കുകയും അതിന് എത്ര മാക്സിമം വിഭവം ശേഖരിക്കാൻ കഴിയുമോ അതിനെല്ലാം വേണ്ട പരിശ്രമങ്ങളെ നിർവഹിക്കുകയും ചെയ്യുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരങ്ങളെ, സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സൂചിപ്പിച്ച പോലെ മരണം എന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ആ മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർക്കുവാൻ അല്ലാഹുവും അവന്റെ റസൂലും നമ്മോട് കൽപ്പിക്കുന്നു. നബി തങ്ങൾ പറഞ്ഞു, അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, എല്ലാ സുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണം, അതേക്കുറിച്ചുള്ള സ്മരണ നിങ്ങൾ വർദ്ധിപ്പിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. യാഥാർത്ഥ്യമാണ് മരണം എന്നത്. അതുകൊണ്ട് ആ മരണത്തെപ്പറ്റി എപ്പോഴും ഓർക്കുക. അതിന് വ്യത്യസ്തമായ വഴികളെ അല്ലാഹു തആല അവന്റെ റസൂൽ നമുക്ക് നിശ്ചയിച്ചു തന്നു. മരണം ഓർമ്മയാകാൻ സ്വാഭാവികമാണ് മനുഷ്യന് മറവിണ്ടാവാത്തത്. ആ മറവി മറികടന്ന് അവരെ ഓർമ്മിക്കാൻ വേണ്ടി വ്യത്യസ്തമായ വഴികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു. അതിൽപ്പെട്ട ഒന്നാണ് ഖബറുകൾ സന്ദർശിക്കുക എന്നത്. ഖബറുകൾ സന്ദർശിക്കുമ്പോൾ ആ ബോധമുണ്ടാകും. അതിനാണ് ഖബർ സിയാറത്ത്. ഖബർ സിയാറത്ത് കളഞ്ഞു പോയ വസ്തു കിട്ടാനല്ല, ഖബറാളിയോട് പോയി പ്രാർത്ഥിക്കാനല്ല, ആ ഖബറാളി എന്നെ കാണും, എന്നെ അറിയും, എന്റെ എല്ലാ പ്രശ്നത്തിലും ഇടപെടും, പരിഹരിക്കും എന്ന് വിശ്വസിക്കാനല്ല അങ്ങോട്ട് പോകാൻ പറഞ്ഞത്. നേരെ മറിച്ച് ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ, പരലോകമെന്ന ഓർമ്മയുണ്ടാക്കാൻ നിങ്ങൾക്ക് ഖബർ സിയാറത്ത് നല്ലതാണ് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്.
മരണമെന്ന ചിന്തയുണ്ടാക്കാൻ. ദുനിയാവിന്റെ കാര്യങ്ങളിൽ താല്പര്യം കുറയാൻ. അതിനൊക്കെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ സുന്നത്ത് നമുക്ക് നിശ്ചയിച്ചു തന്നത്. ഖബർ കാണുക, ഖബറിങ്ങൾ ചെല്ലുക. അതിൽ പക്ഷെ മുസ്ലിം അല്ലാത്തൊരാളെ ഖബർ പോലും സന്ദർശിക്കാമെന്നാണ് ആ ലക്ഷ്യത്തിൽ. മുസ്ലിം അല്ലാത്തൊരാൾ നമ്മുടെ സുഹൃത്തായിരുന്നു, കൂടെ പഠിച്ച ഒരാളായിരുന്നു, അയൽവാസിയായിരുന്നു, നമ്മളുമായി ഇടപെട്ട ഒരാളായിരുന്നു, അയാൾ മരിച്ചു, അയാളെ ഖബറിങ്ങൾ ചെല്ലുമ്പോൾ പക്ഷേ ഈ ബോധമുണ്ടാകുമെങ്കിൽ അവിടെ പോലും പോകാമെന്നാണ് നബിതങ്ങൾ ചില മാതൃകകളെ മാതൃകയാക്കിക്കൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ കഴിയുന്നത്. അപ്പൊ അതിനൊരു ഭാഗമാണ്. രോഗി സന്ദർശനം മറ്റൊരു പരിഹാര മാർഗമാണ്. രോഗിയെ ചെന്ന് കാണുക. എത്ര വലിയ ആരോഗ്യമുള്ളവനും രോഗിയായി കിടക്കുമ്പോ അവന് ദയനീയത, ദൗർബല്യം അവിടെ നമുക്ക് ബോധ്യപ്പെടും. അവനെ ചെന്ന് കാണുമ്പോൾ നമുക്ക് ഓർമ്മയുണ്ടാകും, റബ്ബേ ഇതാണല്ലോ മനുഷ്യന്റെ അവസ്ഥ, എന്നേക്കാൾ നല്ല ആരോഗ്യമുള്ളവനാണ്, എന്തിനും പറ്റിയ ആളായിരുന്നു, പക്ഷെ ചെറിയൊരു വീഴ്ച, ചെറിയൊരു അപകടം, ഒരു ചെറിയ അസുഖം വന്നപ്പോഴേക്കതാം കിടപ്പിലായി, എല്ലാം അവന്റെ എല്ലാ കാൽക്കുലേഷൻ തെറ്റിപ്പോയി. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ എന്ന ബോധമുണ്ടാവാൻ നല്ലതാണ്. അതുപോലെ ജനാസയുടെ കൂടെ പോവുക പ്രത്യേകം പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. മയ്യത്തിന്റെ പിന്നാലെ അങ്ങനെ പോകുമ്പോ എത്ര വലിയ അഹങ്കാരമുള്ള മനസ്സും ഒന്ന് അയ്യാൻ അത് നിമിത്തമായി മാറും. ഒന്നും മിണ്ടാതെ ശാന്തമായി മരണത്തെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് ആ ജനാസയുടെ പിന്നാലെ പോകാനാണ് പഠിപ്പിച്ചത്. മരണത്തെ ഓർക്കണം ആ സമയത്തേതാണ്. സ്വഹാബിമാർക്ക് ആ സമയത്ത് വലിയ ഗൗരവത്തിലാണ് ജനാസയുടെ കൂടെ പോയത്. സംസാരിക്കലോ ചിരിക്കലോ പോലും ഗൗരവമായി അവർ കാണുമായിരുന്നു. മയ്യത്തിന്റെ പിറകിൽ ചിരിച്ചപ്പോൾ ഇബ്നു ഉമർ പറഞ്ഞു, മയ്യത്തിന്റെ പിറകിൽ പോകുമ്പോൾ ചിരിക്കയോ, എന്നോട് ഇനി മിണ്ടാൻ ഞാനില്ല എന്നാണ്. അത്രയേറെ ഗൗരവത്തിലാണ് അവർ അതിനെ കണ്ടത്. ഒരു മയ്യത്തിന്റെ പിന്നാലെ പോവുക, മരണത്തെ പറ്റി ഓർക്കുക. ഇന്ന് അവനെ കൊണ്ടുപോകുന്നു, കഴിഞ്ഞ ദിവസം മറ്റൊരാളെ കൊണ്ടുപോയി. പക്ഷെ അടുത്ത തവണ ആ മയ്യത്ത് കെട്ടിൽ കിടക്കേണ്ടത് ഞാനായിരിക്കാം, ഇനി കൊണ്ടുപോവുക എന്നെയായിരിക്കാം എന്ന ആ ഓർമ്മയാണ് ഉണ്ടാവേണ്ടത്. ഹസൻ ബസ്രി റഹിമഹുല്ലാ അദ്ദേഹം ഒരു ജനാസയുടെ കൂടെ പോയി. ആളുകളെല്ലാം ഒരുമിച്ച് കൂടിയപ്പോ അദ്ദേഹം പറഞ്ഞു, ഇഅ്മലു ലിമിസ്ലി ഹാദൽ യൗമി റഹിമകുമുല്ലാ, ഇഅ്മലു ലിമിസ്ലി ഹാദൽ യൗം, ഇതുപോലെ ദിവസം വരാനുണ്ട്, ആ ദിവസത്തേക്ക് നിങ്ങളൊക്കെ അമൽ ചെയ്തു വെക്കണേ എന്ന് ഹസൻ ബസ്രി റഹിമഹുല്ല കൂടെയുള്ള ആളോട് പറഞ്ഞു കൊടുക്കുക. ശേഷം അദ്ദേഹം പറഞ്ഞു, ഫഇന്നമാ ഹും ഇഖ്വാനുകും യുഖദ്ദിമൂനകും, ഇതാ നിങ്ങൾ ഈ കൊണ്ടുപോകുന്നത് നിങ്ങൾ സഹോദരന്മാരാണ്, അവരെ നിങ്ങൾ മുമ്പേ പറഞ്ഞയച്ചു എന്ന് മാത്രം. വഅൻതും ബിൽ അസർ, നിങ്ങൾക്ക് പിറകെ പോകേണ്ടവരാണ്. ഇവർ നേരത്തെ പോയി, നമ്മൾ ഇനി പിറകെ പോകേണ്ടവരാണ്. അയ്യുഹൽ മുഖല്ലഫ് ബഅദ അഖീഹി ഇന്നകൽ മയ്യിതു ഖദാ, സഹോദരൻ പോയിട്ടും പിന്നെയും ഇവിടെ ബാക്കിയായ മനുഷ്യ, നീ നാളെ നീ മയ്യിത്താവാനുള്ളതാണ്. വൽ ബാഖി ബഅദകൽ മയ്യിത് ഫീ അസരിക അവ്വലൻ ബി അവ്വൽ ഹത്താ തുവാഫു ജമീഅ, ശേഷമുള്ളവർ പിറകെ വരും, ശേഷമുള്ള അതിന് പിറകെ വരും. അങ്ങനെ ഓരോരുത്തരായി പോയി 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 എല്ലാവരും പോകുന്ന സാഹചര്യം ഉണ്ടാകും. ഖദ് അമ്മകുമുൽ മൗത്ത് വസ്തവൈതും ജമീഅൻ ഫീ ഖുറബിഹി വഖുസസിഹി എന്നാണ്. മരണം എല്ലാവർക്കും ഉള്ളതാണ്. ആ മരണമാകുന്ന മുസീബത്ത്, മരണമാകുന്ന വിപത്ത് അതെല്ലാവർക്കും വരാനുണ്ട് എന്ന് അദ്ദേഹം പറയുക. ശേഷം അദ്ദേഹം പറഞ്ഞു, സുമ്മ തഖല്ലൈതും മിനൽ ഖുബൂർ സുമ്മ തുൻസറൂന ജമീഅ, ശേഷം നിങ്ങളൊക്കെ ഖബറിലേക്ക് എത്തും, നിങ്ങളൊക്കെ ഖബറിൽ വീണ്ടും എഴുന്നേൽപ്പിക്കപ്പെടും. സുമ്മ തുഅറദൂന അലാ റബ്ബിക്കും അസ്സ വജല്ല, പിന്നെ നിങ്ങളൊക്കെ റബ്ബിന്റെ മുമ്പിൽ നിങ്ങളൊക്കെ ഹാജരാക്കപ്പെടും. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ റബ്ബിന്റെ മുമ്പിൽ ചോദ്യമുണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്. മാത്രവുമല്ല ഖബറിനെ കുറിച്ച് അവരൊക്കെ ധാരാളമായി ആ നിലക്കുള്ള ഓർമ്മപ്പെടുത്തൽ നൽകിയതായി കാണാൻ കഴിയും. അതുകൊണ്ട് മരണമെന്ന ഓർമ്മ സഹോദരങ്ങളിൽ എപ്പോഴും ഉണ്ടാവുക. ഏത് സമയത്ത് ആ ഓർമ്മ നല്ലതാണ്. ഒന്നിന് ഖബർസ്ഥാനിൽ പോയി നിന്നുകൊണ്ട് ഓർമ്മയുണ്ടാവാം. ഏത് നിലക്കാണോ മരിക്കുമെന്ന ഓർമ്മയുണ്ടാവാൻ നമുക്ക് ഏറ്റവും നല്ലത്, ആ വഴിയിൽ തന്നെയാണ് നമ്മളും സ്വീകരിക്കേണ്ടത്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു രാത്രി സമയത്തൊക്കെ ഖബർസ്ഥാനിൽ ചെന്ന് ദീർഘമായി നിൽക്കുമായിരുന്നുവെന്നാണ്. എന്ന് സ്വയം ഓർത്തുകൊണ്ട് അവസാനം കരഞ്ഞ് അദ്ദേഹം തിരിച്ചു പോരുമെന്നാണ്. നിമിതങ്ങളും രാത്രി എല്ലാവരും കിടന്നുറങ്ങുമ്പോ എഴുന്നേറ്റ് പോയി ഖബർസ്ഥാനിൽ ചില സംഭവങ്ങൾ കാണാൻ കഴിയും. എല്ലാവരും ഉറക്കത്തിലാണ്. ആ സമയത്ത് എഴുന്നേറ്റ് മെല്ലെ പോവുകയാണ്, ഖബർസ്ഥാനിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്ന് ദീർഘമായി ആ ഖബറുകൾ നോക്കി നിന്നുകൊണ്ട് അവസാനം കരഞ്ഞ് തിരിച്ചു പോരുന്ന രംഗങ്ങൾ നമുക്ക് നബിതങ്ങളുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആ നിലക്കുള്ള ഒരു ഓർമ്മ നമ്മളും സ്വയം സ്വീകരിക്കുക. മരിക്കുമെന്ന ഓർമ്മയുണ്ടാവാൻ എന്തൊക്കെയാണോ അല്ലാഹു റസൂലും പഠിപ്പിച്ചത്, ആ വഴികളെ നമ്മളും സ്വീകരിക്കുക. ആ ഓർമ്മ എപ്പോഴും ഉണ്ടാവുക. എന്ത് ചെയ്യുമ്പോഴും ഒരു യാത്രയുണ്ട് എന്നത് മറക്കാതെ, ആ യാത്രക്ക് ശേഷം
റബ്ബിന്റെ മുമ്പിലേക്കാൾ ചെല്ലാനുള്ളത്. അള്ളാഹിന്റെ മുമ്പിലെത്തും, റബ്ബ് ചോദിക്കും, ഞാൻ ഈ ചെയ്യാൻ പോകുന്ന ഇതിനെപ്പറ്റിയും ചോദ്യമുണ്ടാകും, എനിക്ക് എന്താണ് പറയാൻ കഴിയുക എന്ന ആ ഓർമ്മയോടെയാവണം ഏത് രംഗത്തും ഇടപെടേണ്ടത്. എങ്കിൽ ജീവിതത്തിൽ മാറ്റങ്ങൾ വരും. ഹറാമിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയും, തോന്നിവാസങ്ങൾ തിന്മയിൽ നിന്ന് മുക്തമാവാൻ കഴിയും, നന്മയിലേക്ക് മുന്നിട്ടിറങ്ങാൻ കഴിയും. ആ നിലക്ക് മുത്തഖീകളായി ജീവിച്ച് മരിക്കുവാൻ നാം പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات وقاضي الحاجات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين.